പിന്നെ നമ്മൾ കുറേ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല, അത് പിന്നീട് പത്രക്കുറിപ്പിൽ അറിയിക്കാം. എന്നാൽ പ്രധാനമായും ചില പദ്ധതികൾ പറയാം. അത് എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട റോഡുകളാണ്. ആ റോഡുകൾക്കും ഇതുപോലെ പെട്ടെന്ന് ഇടപെടൽ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് NH66 നിന്നും കണ്ണൂർ എയർപോർട്ടിലേക്ക് പെട്ടെന്ന് എത്താനും, അതുപോലെ തന്നെ 2 രാമനാട്ടുകര ജംഗ്ഷനിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലെത്താനും. ഇതൊരുപാട് ചർച്ച ചെയ്യപ്പെട്ട റോഡാണ്. രാമനാട്ടുകര ജംഗ്ഷനിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് റോഡ് വീതി കുറവാണ്. ഈ 2 റോഡുകളുടെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ വളരെ പോസിറ്റീവായ നിലപാട് സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, വേറെ റോഡുണ്ട്, ഞാൻ ഓരോന്ന് എടുത്തു പറയുന്നില്ല. അത് ദീർഘകാലമായി നാട് ആഗ്രഹിക്കുന്നതാണ്, പദ്ധതികളാണ്. അപ്പോൾ ഇതും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പിന്നെ ചില ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 5550 കോടി രൂപ NH66 വേണ്ടി ചെലവഴിച്ച പണം കിഫ്ബി ഫണ്ടിങ് ആണ്. അത് കടമെടുപ്പ് പരിധിയിൽ വന്നതിന് ഭാഗമായുള്ള പ്രയാസം അത് യഥാർത്ഥത്തിൽ ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു ഉപരിതല ഗതാഗത വകുപ്പിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമല്ല. കേന്ദ്ര ധനകാര്യ വകുപ്പും കേന്ദ്ര ഗവൺമെൻറ് ആകെ അതിലെടുക്കേണ്ട നിലപാടുകളൊക്കെയാണ്. അപ്പോൾ ഇതും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇന്ന് പോയ 2 പ്രധാന കാര്യങ്ങൾ, ഒന്ന് ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, 2 പുതിയ പദ്ധതികൾ. ഇവ രണ്ടും സമയമെടുത്താണ് ചർച്ച ചെയ്തത്. നിങ്ങളിൽ ചിലർ പുറത്തുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാം എടുത്ത സമയം. ഒരുപാട് സമയമെടുത്തു. സ്റ്റേറ്റ് ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അത് പൊതുവെ NH66 പദ്ധതി മുടങ്ങുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരുന്നു. അതിലാരും പ്രയാസപ്പെടേണ്ടതില്ല. പദ്ധതി മുടങ്ങുന്നില്ല, പദ്ധതി മുന്നോട്ട് തന്നെ പോകും. നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കും, NHAI നിലപാട് സ്വീകരിക്കും. എന്നാൽ പദ്ധതി ഒരു തരത്തിലും മുടങ്ങാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഇതാണ് പൊതുവെ നിങ്ങളോട് പറയാനുള്ളത്. അല്ല, അത് ഉപരിതല ഗതാഗത വകുപ്പിന് മാത്രം സാധിക്കുന്ന പ്രശ്നമല്ല. അത് കുറച്ചും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം നേരത്തെ 5550 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചത് ഈ കടമെടുപ്പ് പരിധിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നമുണ്ട്. അത് ഡബിളാവുകയാണ് ചെയ്യുന്നത്. കാരണം അത് ഡബിളായി വരുന്നൊരു സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ FRBM ബോറോവിങ് ലിമിറ്റിലാണ് അത് പെടുത്തിയെന്നുള്ളത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ ആവുന്നു. അപ്പോൾ അത് ട്രാൻസ്പോർട്ട് വകുപ്പ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന പ്രശ്നമല്ല. നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ കൂടി അത് ആ വിഷയം ബന്ധപ്പെട്ട് ചർച്ച ചെയ്യും. അല്ല, അദ്ദേഹത്തിന് പോസിറ്റീവായതുകൊണ്ട് കാര്യമില്ല. മൊത്തം ഗവൺമെൻറ് പോസിറ്റീവാണ്. ശ്രീ നിതിൻ ഗഡ്കരി പല കാര്യത്തിലും പോസിറ്റീവാണെങ്കിലും അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മൊത്തത്തിലൊരു പോസിറ്റീവായിട്ട് പലതും വരണ്ടേ. ഇല്ല, വാർത്തകളിൽ പലതും ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. വയഡക്റ്റ് നിർമ്മിക്കാൻ എത്രയാണോ സമയം, ആ സമയം തിരക്ക് പിടിച്ചൊന്നും ചെയ്യണ്ട. ആ സമയം എത്രയാണോ ആ സമയത്ത് തന്നെ അവർ ചെയ്യും. ആ തീരുന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീരുന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 4 മാസത്തോളല്ലേ, 4 മാസമല്ലേ, 4 മാസത്തിനുള്ളിൽ തീരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, വീഴ്ച പറ്റിയതുകൊണ്ടാണല്ലോ നടപടിയെടുത്തത്. നടപടിയെടുക്കാതെ ഉദ്യോഗസ്ഥരുടെ പേരിലും മറ്റ് കരാറുകാരുടെ പേരിലും നടപടിയെടുക്കാത്തൊരു സമീപനമല്ലല്ലോ. നടപടിയെടുക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും കേരളത്തിലെ ജനങ്ങളായാലും എല്ലാവരും ആവശ്യപ്പെട്ടത് ഇതിൽ തെറ്റുകാരാണ്, അവരുടെ പേരിൽ നടപടി വേണം. അപ്പോൾ അതാ ഞാൻ പറയുന്നത്. അത് തെറ്റായിപ്പോയി തന്നെയാണ് കണ്ടത്. തെറ്റായിപ്പോയതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി കൈക്കൊണ്ടു.